37. അവൾ പറഞ്ഞതനുസരിച്ച് തോർത്തെടുത്ത് മുഖവും തലയും ഒന്ന് തോർത്തി അവൻ ഷെഡിലേക്ക് പോയി. ഒരു കൈലിയും മറ്റൊരു ഷർട്ടും അണിഞ്ഞ് തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച അവനെ നടുക്കുന്നതായിരുന്നു. ചിതറിത്തെറിച്ച് ചോരയിൽ തൻ്റെ ഷോള് മുക്കിയതുകൊണ്ട് കഴുത്തിലും വസ്ത്രങ്ങളിലും ചോര തേക്കുന്ന ദിവ്യയാണ് അവൻ കണ്ടത്. ഒരു നിമിഷം കിരണിന് ഭയം തോന്നിയിരുന്നു. നീ എന്തായി കാണിക്കുന്നത്? കിരൺ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ശവത്തിനരികിൽ കിടന്ന വെട്ടരിവാൾ കൈകളിലേക്ക് എടുത്തു പിടിച്ചതിന് ശേഷം രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി ദിവ്യ പറഞ്ഞു, അയാളെ കൊന്നത് ഞാനാണ്. ദിവ്യ! ദേഷ്യത്തോടെയാണ് അനന്തു അവളെ വിളിച്ചത്. അലറണ്ട, ഇതെന്റെ തീരുമാനമാണ്. എന്നോടൊപ്പം നിന്നില്ലെങ്കിൽ ഇനി എൻ്റെ മുൻപിൽ മരണം മാത്രമേ ഉള്ളൂ. മറ്റൊരു മാർഗമായി. ഞാനും അനുവേട്ടനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എൻ്റെ വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ട് എന്നെ അനുവേട്ടൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കായി. അനുവേട്ടൻ്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തി അയാൾ. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സ്വയരക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ കിട്ടിയ വെട്ടുകത്തി ഉപയോഗിച്ച് ഞാൻ അയാളെ കൊന്നു. ദിവ്യ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത് കുട്ടിക്കളിയല്ല, കിരൺ പറഞ്ഞു. അതെ, ഇത് കുട്ടിക്കളിയല്ല. അനുവേട്ടൻ ട്രെയിനിങ് പാസ്സാവണം. അതിനു വേണ്ട മാർഗം നിങ്ങൾ രണ്ടുപേരും എന്നോട് സഹകരിക്കണം. എത്രയും പെട്ടെന്ന് അമ്മുവിനെ ഇവിടുന്ന് മാറ്റണം. അവളുടെ പേര് എവിടെയും വരാൻ പാടില്ല. അമ്മയ്ക്കൊപ്പം അവളും ഗുരുവായൂർ പോയിന്നേ വരാവൂ. ദിവ്യയുടെ വാക്കുകൾ കേട്ട് നിശ്ചലനായി നിൽക്കുകയായിരുന്നു അനന്തു. ഞാൻ സമ്മതിക്കില്ല, ഇതിന് സമ്മതിക്കില്ല ഞാൻ. മറുപടി പറയാൻ പോലും അവന് ത്രാണിയുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത കുറ്റമാണ്, അത് നീ ഏറ്റെടുക്കാനോ? അതും ഈ ചെറിയ പ്രായത്തിൽ? അത്രമാത്രമൊന്നും സ്നേഹിക്കാൻ യോഗ്യതയൊന്നുമില്ല എനിക്ക്. ഇപ്പൊ സ്നേഹത്തിന്റെ അളവല്ല ഞാൻ പറയുന്നത്. മനസ്സിലാക്കണം, അനുവേടിനൊപ്പമില്ലാതെ എനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാകുമോ? അനുവേടിന് ഇവിടെ ഉണ്ടാവണം. ഒരു പെൺകുട്ടിക്ക് നിയമത്തിൽ നിന്നും ലഭിക്കുന്ന പരിരക്ഷയും ആണിന് കിട്ടുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ്. നമ്മളിൽ ആര് പോയാലാണ് പെട്ടെന്ന് വരാൻ പറ്റുന്നതെന്നല്ലേ നോക്കേണ്ടത്? അവൾ ഉറപ്പിച്ച പോലെ പറഞ്ഞു. ഒരു ജീവിതമല്ലേടി പോകുന്നേ? അവൻ കരഞ്ഞു പോയിരുന്നു. അവന്റെ വാക്കുകളിലെ ആ ഇടർച്ച വ്യക്തമായിരുന്നു. സ്വയം മറന്നവൻ അവളെ ഗാഠമായി പുണർന്നു. എന്തിനാണ് ഈ പെണ്ണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. ഇത്രമാത്രം തനിക്ക് വേണ്ടി ജീവിതം ത്യജിക്കാനും മാത്രം എന്താണ് താൻ അവൾക്ക് പകരം നൽകിയിട്ടുള്ളത്? എപ്പോഴും അവഗണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്കും വിധി മറ്റൊരു നാടകവും ഒരുക്കി കഴിഞ്ഞു. വേണ്ട മോളെ, നിന്റെ ജീവിതം അതെനിക്ക് വേണ്ടി. അവൻ കരഞ്ഞു. അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് വേണ്ടിയാണ് അനുവേട്ട, നമുക്ക് വേണ്ടി മാത്രം. അനുവേട്ടന് ഇത്രയും കാലം സ്വപ്നം കണ്ടിട്ടത് നടക്കാതെ പോകരുത്. ജോലി മേടിക്കണം അനുവേട്ട, പഠിച്ച് ജോലി വാങ്ങണം. ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാക്കി യൂണിഫോമിലായിരിക്കണം. എവിടെയാണെങ്കിലും എൻ്റെ മനസ്സിൽ എന്നും അനുവേട്ടനുണ്ടാവും. ഇത്ര കാലം ശിക്ഷ കിട്ടിയാലും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതമുണ്ടല്ലോ എന്നുള്ള സമാധാനം എനിക്കുണ്ടാവും. പക്ഷെ അനുവേട്ടൻ പോയാൽ പിന്നെ നമുക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? പിന്നെ എന്തെങ്കിലും എല്ലാവരുടെയും സമ്മതത്തോടെ നമുക്ക് ഒരുമിക്കാൻ പറ്റുമോ? അനന്തു എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ദിവ്യ പറയുന്നത് തന്നെയാണ് ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. കിരൺ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ എന്തേ പറയുന്നത്? ഇത് നിസ്സാരമായ കുറ്റമല്ല, കൊലപാതകമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ദിവ്യ പറഞ്ഞതുപോലെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാകുമ്പോൾ, പ്രത്യേകിച്ച് അവൾ സ്വയരക്ഷയെ കരുതിയാണിത് ചെയ്തതെന്നാവുമ്പോൾ അതിന് ശിക്ഷ കുറവായിരിക്കും. ഈ ലോകം മുഴുവൻ അവൾക്കൊപ്പം നിൽക്കും. മറിച്ച് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നീയാണെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്താൻ എത്തുന്നവരായിരിക്കും മുൻപിൽ. കൂടെ പിറന്നവൾക്ക് വേണ്ടി നീ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവളുടെ കൂടി ഭാവി പോകുമെന്നല്ലാതെ മറ്റു ഗുണങ്ങൾ ഒന്നും ഉണ്ടാകില്ല അനന്തു. മാധ്യമങ്ങളും സമൂഹവും ആ കുട്ടിയെ കൂടി വലിച്ചു കീറും. കിരൺ ചേട്ടൻ പറയുന്നത് കേൾക്കാനുവേട്ട, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. എന്തു മറുപടി പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ആ നിമിഷം അനന്തു. അമൃതയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ അവളുടെ പേര് കൂടി വരും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ പക്വതയോടുകൂടി ദിവ്യ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അമൃത എൻ്റെ വീട്ടിലേക്ക് മാറ്റാം. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നീയും കൂടി വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ വീട്ടിലേക്കാക്കാം. കിരൺ പറഞ്ഞു. സമയം കളയാതെ ചെല്ല്, അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളിൽ നിന്നും ദൃഷ്ടി എടുക്കാതെ തന്നെ നിൽക്കുകയായിരുന്നു അനന്തു. ഞാൻ എങ്ങനെയാണ് നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുക? നിസ്സഹായതയോടെ അവൻ ചോദിച്ചു. എനിക്ക് പേടിയില്ല അനുവേട്ട. ആകെ നനഞ്ഞാ പിന്നെ എന്ത് കുളിര്. വേഗം ചെല്ല്, അവൾ പറഞ്ഞപ്പോൾ കിരൺ അവനെയും നിർബന്ധിച്ചു.
മുറിയിലേക്ക് വന്ന് അർദ്ധമയക്കത്തിൽ കിടക്കുന്നവളെ രണ്ടുപേരും കൂടി താങ്ങിയാണ് എടുത്തത്. പുറത്തേക്ക് പോകുമ്പോഴും അനന്തുവിന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് അവളുടെ മുഖം. ഒരു തുള്ളി കണ്ണുനീർ പോലും ആ മുഖത്തു നിന്ന് വീഴുന്നില്ല. തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പെണ്ണ്. സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ഒരാൾക്ക് മറ്റൊരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുമോ? അതായിരുന്നു ആ നിമിഷം അവന്റെ മനസ്സിലൂടെ കടന്നുപോയത്. കിരണിന്റെ വീട്ടിലേക്ക് രണ്ടുപേരും അമൃതയുമായി വരുന്നത് കണ്ട് കിരണിന്റെ അമ്മയും ഒന്ന് ഭയന്നിരുന്നു. ഒടുവിൽ ചില കാര്യങ്ങൾ പറയാതെ ചിലത് പറഞ്ഞു. കിരൺ ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അവരിൽ പകർന്നു. അവരുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ കാണുമ്പോഴും അവന്റെ മനസ്സിൽ ദിവ്യ മാത്രമായിരുന്നു. സൈറണിട്ടൊരു പോലീസ് ജീപ്പ് അവിടേക്ക് പോകുന്നത് കേട്ടതോടെ അനന്തു ഭയത്തോടെ കിരണിനെ നോക്കി. അവന്റെ മുഖഭാവത്തിൽ തെളിഞ്ഞു നിന്ന വേദന മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു കിരണിന്. ഞാൻ പോവാം, അമ്മുവിനെ നോക്കിക്കോണം. കിരണിന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. ദിവ്യ പറഞ്ഞതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവരുത്. പോലീസിനെ കാണുമ്പോൾ ചാടിക്കേറി നീ കാര്യങ്ങളൊന്നും പറയരുത്. ഒന്നുകൂടി ഓർമ്മിപ്പിച്ച കിരണിനെ ആദ്യമായി കാണുന്നത് പോലെ അവനൊന്ന് നോക്കി. വീടിന് മുറ്റത്തേക്ക് കിതച്ചെത്തിയപ്പോൾ ആളുകൾക്കിടയിൽ നിന്നും അടക്കം പറച്ചിലുകൾ അനന്തു കേട്ടിരുന്നു. ഇതാ വിശ്വനാഥന്റെ മോളല്ലേ? ആളുകൾ അടക്കം പറയുന്നത് കേട്ട് അവന് ദേഷ്യമാണ് തോന്നിയത്. ഇത് ചുമരത്തേക്ക് കയറുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ദിവ്യയുടെ സ്വരമാണ് അവന്റെ കാതുകളിൽ നിറഞ്ഞു നിന്നത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു സർ. ഈ വീട്ടിലെ പയ്യനുമായിട്ടോ? അതെ സർ. എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല. പ്രശ്നമായപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. അനുവേട്ടൻ എന്നെയും കൊണ്ട് ഇവിടേക്ക് വന്നു. നിങ്ങളിവിടെ വരുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? അനുവേട്ടൻ്റെ അച്ഛൻ മാത്രം. അതായത് മരിച്ചു കിടക്കുന്ന ആളല്ലേ? എസ് ഐ ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ സർ. പിന്നെന്താ ഉണ്ടായത്? ഞങ്ങളെ അകത്തേക്ക് കയറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ തെണ്ണയിലിരുന്നപ്പോൾ കുറേ സമയം കഴിഞ്ഞ് കതക് തുറന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇവിടുന്ന് പോകാമെന്ന് അനുവേട്ടൻ പറഞ്ഞു. കൂട്ടുകാരോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിട്ട് ഓടി വരാമെന്ന് പറഞ്ഞ് അനുവേട്ടൻ പോയി. ആ സമയത്ത് ഞാൻ മുറിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാൾ വന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഉപദ്രവിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇറക്കി വിടാൻ ശ്രമിച്ചതോ? അതോ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്താൻ നോക്കുകയായിരുന്നോ? ശാരീരികമായി തന്നെ. അയാളുടെ കയ്യിൽ നിന്നും കുതിരി ഞാൻ ഓടി. പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ വെട്ടുകത്തി കണ്ടത്. പലതവണ ഞാൻ പറഞ്ഞു ഉപദ്രവിക്കല്ലെന്ന്. പിന്നെയും അടുത്ത് വന്നപ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാളുടെ മകൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലേ? ഇല്ല, ഇതുവരെ തിരികെ വന്നിട്ടില്ല. അപ്പോൾ ഈ കൊലപാതകത്തിൽ അയാൾക്കൊരു പങ്കുമില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണിത് ചെയ്തത് അല്ലേ? അതെ സർ. ഇതിനെപ്പറ്റി ഒന്നും ഈ നിമിഷം വരെ അനന്തുവേട്ടൻ അറിഞ്ഞിട്ടില്ല. അവളുടെ ആ വെളിപ്പെടുത്തലിൽ അവൻ നടുങ്ങിപ്പോയിരുന്നു. ഒരു രീതിയിലും തൻ്റെ പേര് എവിടെയും വരാതിരിക്കാൻ ശ്രദ്ധിച്ചാണ് അവൾ ഓരോ വാക്കുകളും പറയുന്നത്. അവൻ്റെ കണ്ണിൽ നിന്നും എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുനീർ ധാരയായി ഒഴുകി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നിറഞ്ഞ ഒരു ജോഡി കണ്ണുകൾ അവൾ കണ്ടിരുന്നു. പക്ഷെ മനഃപൂർവ്വം അവൾ അവൻ്റെ മിഴികളെ അവഗണിച്ചു. എന്നാൽ ഇത്രയും സങ്കീർണമായൊരവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് നിർത്താൻ അവനിലെ പ്രണയിക്ക് സാധിക്കുമായിരുന്നില്ല. അവൻ കിതച്ചകത്തേക്ക് കയറി. ഒരു നിമിഷം പോലീസുകാരുടെ എല്ലാം ശ്രദ്ധ അവനിലേക്കായി. നിങ്ങൾ ആരാ ഇയാളെ അങ്ങോട്ട് കയറ്റിവിട്ടത്? ദേഷ്യത്തോടെ അരികിൽ നിന്ന പോലീസുകാരനോട് എസ് ഐ ചോദിച്ചു. ഞാൻ അനന്തു. ഒരു വിധത്തിൽ വിക്കി അവൻ മറുപടി പറഞ്ഞു. ഓ, ഈ കുട്ടിയുടെ ബോയ്ഫ്രണ്ട് അല്ലേ? അതെ. ഇവിടെ എന്താ നടന്നതെന്ന് താൻ അറിഞ്ഞോ? മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കിയവൻ. എന്ത് പറയണമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൻ. അറിഞ്ഞോന്ന് ഒരിക്കൽ കൂടി എസ് ഐ ചോദിച്ചു. യാന്ത്രികമായി അവൻ തലയാട്ടി. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഒരു ശാസന സ്വരത്തോടെയായിരുന്നു എസ് ഐ അത് ചോദിച്ചിരുന്നത്. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാ. എന്തിനാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. താൻ പറഞ്ഞതൊന്നും മാറ്റി പറയരുത് എന്ന് ഒരു അഭ്യർത്ഥന ആ മുഖഭാവത്തിൽ നിറഞ്ഞു നിന്നത് കണ്ടു. ആ കണ്ണുകൾ അവനോട് കേഴുന്നത് പോലെ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന്
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.